ഹായ് ഹലോ ഏഞ്ചൽ കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാർക്കിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, ആയുഷിലെ തെറാപ്പി പാർക്കിൻ്റെ. അപ്പോൾ ഇവിടെ ഇന്നൊരു ട്രെയിൻ ഉണ്ട്, നമ്മളൊരു സെൻസറി ട്രെയിൻ, അതിൻ്റെ കാര്യങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കുട്ടികളെയൊക്കെ ആയുഷിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ ഏരിയ ആണ് കേട്ടോ ഈ തെറാപ്പി പാർക്ക് എന്ന് പറയുന്നത്. കാരണം ഇവിടെ വന്നാൽ കുട്ടികൾക്ക് തെറാപ്പി ചെയ്യാന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല, അവരുടെ കളിയും എൻജോയ്മെൻറ്റും സന്തോഷവും ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു തെറാപ്പിയും കാര്യങ്ങളും കൂടി നടന്നു പോകും. ബ്രെയിൽ ലേണിംഗ് ബോർഡാണ് കേട്ടോ, ബ്രെയിൽ നമ്പേഴ്സ്, അതായത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആൽഫബറ്റ്സും നമ്പേഴ്സും ആണ് അത് കാണിച്ചിരിക്കുന്നത്. ഇനി വരൂ, നമുക്ക് നമ്മുടെ ട്രെയിൻ കാണാം. ഇതാണ് നമ്മുടെ സെൻസറി ട്രെയിൻ. അതായത് ടാക്റ്റൈൽ ആയിട്ടുള്ള ടച്ച് സംബന്ധമായിട്ടുള്ള സെൻസറി ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടെക്സ്റ്റേഴ്സിലുള്ള ഒബ്ജക്ട്സ് വെച്ചിട്ട് ഒരു ട്രെയിനിൻ്റെ മാതൃകയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണിത്. നമുക്കറിയാം, നമ്മുടെ സെൻസറി ഓർഗൻസ് കാഴ്ച, കേൾവി, പിന്നെ രുചി, മണം, ടച്ച്, ഇത്രയാണല്ലോ. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ രീതിയിൽ സോൾവ് ചെയ്യാം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ടച്ച് എന്ന് പറയുന്ന ടാക്റ്റൈൽ ആയിട്ടുള്ള സെൻസറി ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇവർ ഒരുക്കിയിരിക്കുന്നത്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോണുകൾ, മാറ്റുകൾ, പിന്നെ വുഡ് കൊണ്ടിട്ടുള്ള അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാനും എന്താ പറയുക, അവർക്ക് ചെയ്യാനൊരു ഇഷ്ടം തോന്നാനൊക്കെ വേണ്ടിയിട്ട് നല്ല കളർഫുള്ളിലും നല്ല ഡിസൈനായിട്ടൊക്കെ അവരിത് ചെയ്തിട്ടുണ്ട്. അപ്പം പാറൂനെയും അക്കുവിനെയും ഞങ്ങളിവിടെ കൊണ്ടുവരാറുണ്ട്. രണ്ടുപേർക്കും ടച്ച്, അതായത് സെൻസറി ടാക്റ്റൈൽ ആയിട്ടുള്ള സെൻസറി കുറച്ച് പ്രശ്നമുണ്ട്. അപ്പം എന്താ കണ്ടോ, ഓരോ സ്റ്റോണ് വെച്ചിട്ട് കളറിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൈകൾ കൊണ്ടും കാലുകൊണ്ടും ഒക്കെ നമ്മളത് അവരെ കൊണ്ട് സെൻസ് ചെയ്യിപ്പിക്കാം. ഇവർക്ക് സത്യം പറഞ്ഞാൽ അത് ഒട്ടും ഇഷ്ടമുള്ളൊരു കാര്യമല്ല കേട്ടോ. കാരണം ഇവർ ഭയങ്കര അൺകംഫർട്ടാണ് ഇതിലൂടെ നടക്കുക എന്ന് പറയുന്നതും ഇത് ടച്ച് ചെയ്യുക എന്ന് പറയുന്നതും. പക്ഷേ നമ്മളത് ചെയ്ത് കൊടുത്ത് അവരത് സെൻസ് ചെയ്ത് അവരുടെ ബ്രെയിനിൽ അത് ആക്റ്റീവായിട്ട് വരണം. അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ഇഷ്യൂസ് കുറഞ്ഞു വരും. എന്താ കണ്ടോ, മാറ്റിലെത്തി. അപ്പോൾ സ്റ്റോണ് കഴിഞ്ഞു, മാറ്റിലെത്തി. ഇപ്പോൾ ഈ ചുമരിലും ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ നടക്കുമ്പോൾ അവരെ കാല് വഴിയും സെൻസ് ചെയ്യും. പിന്നെ നമ്മൾ ചുമരിലുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ടച്ച് ചെയ്യിപ്പിക്കുമ്പോൾ അവരെ കൈ വഴിയും അതവർ സെൻസ് ചെയ്യും. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവർ കരയുമായിരുന്നു, നിൽക്കാനൊന്നും സമ്മതിക്കില്ല, തൊടാനൊന്നും സമ്മതിക്കില്ല. കാരണം ആ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അവർ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുമായിരുന്നു. പിന്നെ നമ്മളത് ചെയ്ത് അവരതായിട്ട് ആപ്റ്റായി. ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ കുറഞ്ഞു വരികയാണ്. ഇതാ അക്കുനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ സെൻസറി കാര്യങ്ങൾ അറിയുന്നു. അതിന് കൂടെ തന്നെ അവരുടെ ഹാൻഡിൻ്റെ ഫങ്ഷൻസ്, പിന്നെ ഐ ഹാൻഡ് കോർഡിനേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതാ പാറുവിന് ഇതിഷ്ടമാണ് കേട്ടോ, കൗണ്ട് ചെയ്യാൻ. നമ്മൾ വീട്ടിലാവുന്ന സമയത്ത് അതാ പൗമീൻ്റെ കളി തുടങ്ങിട്ടോ. നമ്മൾ വീട്ടിലാവുന്ന സമയത്തും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ച്, അതായത് വീട്ടിൽ കിട്ടുന്ന ചെറുപയർ, നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ, സ്പോഞ്ചുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോത്തുകൾ, ഇതൊക്കെ വെച്ചിട്ട് അവരുടെ കയ്യിലും മേലും കാലിലും ഒക്കെ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്ത് അവർക്ക് അതിനോടുള്ള ഒരു എന്താ പറയുക, ഇഷ്ടക്കേട് മാറി വരണം. അക്കുവിൻ്റെ മുഖഭാവമൊക്കെ മാറി തുടങ്ങി കേട്ടോ. അവൻ്റെ ക്ഷമ നശിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ വരുമ്പോൾ ട്രെയിനിൽ കയറുന്ന സമയത്ത് ഈ കരച്ചിൽ തുടങ്ങും. ഇപ്പം അത് കുറഞ്ഞ് അവസാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഹാൻഡ് ഫങ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് കേട്ടോ.
മിക്കി മൗസ്. ഇതാ കുറേ വെജിറ്റബിൾസ്, കളർഫുള്ളുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. ഓ അക്കൂസ് ക്ഷീണിച്ചു. പൗമി റെസ്റ്റ് എടുക്കുക കേട്ടോ. പാറു നടന്നു വരുന്നുണ്ട്. പാറുവിന് കാല് നിലത്ത് കുത്താൻ ഭയങ്കര മടിയാണ്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടിലുമാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സീസോയിലുള്ള കളി തുടങ്ങി കേട്ടോ. പൗമിക്ക് പാർട്ട്ണറെ കിട്ടിയില്ല, പൗമീൻ്റെ കൂടെ ഇരിക്കാൻ ആരും കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സി യു.